തക്കിട്ട ജും തക്കിട്ട നം തക്കിട്ട തും തരകിടത്തിക്കിടിം തക്കിട്ട തക്കദിം തക്കിട്ട തത്തും. സാംസ്കാരിക നഗരിയിൽ കലയുടെ മഹോത്സവത്തിന് ഇന്ന് കൊടിയേറ്റം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് രാവിലെ 10 മണിക്ക് തിരിതെളിയും. വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. 18 വരെ 25 വേദികളിലായി 250 ഇനങ്ങളിൽ 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. കലോത്സവ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളും സജ്ജമാണ്. അമൃത ടിവിയും ഞങ്ങളുടെ പ്രതിനിധികൾ കലോത്സവ വേദിയിൽ തയ്യാറായിരിക്കുകയാണ്. ഹരീഷുണ്ട്, ശ്രീജിത്തുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീജിത്തെ, ഹരീഷ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണല്ലേ? ഇനിയിപ്പോൾ ഉദ്ഘാടനത്തിന് അധിക സമയമില്ല. 10 മണിക്കല്ലേ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുക? തീർച്ചയായിട്ടും എല്ലാം വളരെയധികം സുസജ്ജമാണ് എന്ന് വേണം പറയാൻ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പ്രധാന വേദിയുടെ മുൻപിലാണ്. ഇപ്പോഴത്തെ ഒരു വൈബ് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു തൃശ്ശൂർ പൂരം എങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുലികളി എങ്ങനെയാണ് നടക്കുന്നത്, ഒരു മേളം പഞ്ചവാദ്യം, അതായത് തൃശ്ശൂരിന്റെ ഒരു തനതായ വൈബ്, ആ ഒരു വൈബ് ഇന്ന് ഇവിടെ ഈ കലോത്സവ നഗരിയിൽ നമുക്ക് കിട്ടിത്തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം മുതലേ അത് കിട്ടിയതാണ്. ഈ കുട്ടികളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ, അവരെ ആനയിച്ചു കൊണ്ടുവന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞൊരു കാര്യം, ഞങ്ങളൊരു തൃശ്ശൂർ പൂരത്തിന്റെ പ്രതീതിയാണ് അനുഭവിച്ചത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പൂര നഗരിയിലേക്ക് എത്തുന്ന ആ ഒരു അനുഭവം അവർക്ക് ഉണ്ടായി എന്നുള്ളതാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മന്ത്രിമാരോട് ചോദിച്ചപ്പോഴും പറഞ്ഞ ഒരു കാര്യം അതാണ്. കാരണം തൃശ്ശൂരിലുള്ള ആളുകൾ അത് പൂരമായാലും ഉത്സവമായാലും പള്ളിപ്പെരുന്നാളായാലും എല്ലാം വളരെയധികം ആസ്വദിക്കുകയും ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യുന്ന ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കലയുടെ ഉത്സവം അവരൊരു ഉത്സവമാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അവർ അത് കൃത്യമായ രീതിയിൽ തന്നെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു, സ്വാഗതം ചെയ്തു. ഒരുപാട് കലാസ്വാദകരുള്ള ഒരു മണ്ണാണ് ഈ ഒരു ശക്തന്റെ മണ്ണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കലോത്സവവും വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പറയുന്നത്. ശ്രീധരനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാന ഇനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് ഹരീഷ് സൂചിപ്പിച്ച പോലെ പൂരത്തിന്റെ ഒരു വൈബ്, അത് രക്തത്തിൽ അലിഞ്ഞു കയറുന്ന ഒരു മണ്ണാണ് തൃശ്ശൂരിൻ്റെത്. തീർച്ചയായിട്ടും മാത്രമല്ല ഇന്നത്തെ ഈ ചടങ്ങിൽ തന്നെ കുടമാറ്റത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലേ. 64 കുട്ടികൾ, 64ാമത് കലോത്സവമാണെന്ന് നമുക്കറിയാം. അപ്പൊ 64 കുട്ടികളുടെ കുടമാറ്റം, അതായത് കുടമാറ്റം ഇവിടുത്തെ ഒരു ഐഡന്റിറ്റിയാണ്, ഇവിടുത്തെ ഒരു വ്യക്തിത്വമാണ്. തൃശ്ശൂരിന്റെ സാംസ്കാരിക പെരുമയും പാരമ്പര്യവും പേറുന്ന ഒരു കലോത്സവത്തിന്റെ ഒരു പകിട്ടാണ് കുടമാറ്റം എന്ന് പറഞ്ഞാൽ. ആ കുടമാറ്റത്തിന്റെ പകിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു കലാപ്രകടനമാണ് ആദ്യം നടക്കുന്ന 64 കുട്ടികൾ അവതരിപ്പിക്കുന്ന കുടമാറ്റം. ഒപ്പം തന്നെ NSK മഹേഷ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ 9 മണിക്കൂടി തന്നെ പതാക ഉയർത്തുന്നു. പതാക ഉയർത്തുന്ന സ്ഥലം തന്നെ പ്രത്യേകതയുള്ളതാണ്. അത് കലകളുടെ ഒരു സംഗമമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ചിത്രരചനയും സംഗീതവും ഒക്കെ സന്നിവേശിപ്പിച്ച ഒരു ലോഗോയാണുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് പ്രധാന വേദിയായ സൂര്യകാന്തിയാണ്. ഇവിടെ 8,000-ഓളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. തേക്കിൻകാട് മൈതാനത്ത് 3 വേദികളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ പാരിജാതമുണ്ട്, നീലക്കുറിഞ്ഞിയുണ്ട്, ആമ്പലുണ്ട്, താമരയുണ്ട്. എല്ലാ വർണ്ണപുഷ്പങ്ങളും വിടരുന്ന ബന്ധപ്പെട്ട് പറയുമ്പോഴേ വിവാദമായ ഒരു വിഷയം കൂടിയാണത്. അതെ, ഈ പൂക്കളുടെ പേര് ഇവിടെ വലിയ ചർച്ചാ വിഷയമാവുന്നു, പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു. പക്ഷെ അതെല്ലാം മാറി അവസാനം വലിയൊരു ശുഭപര്യവസാനത്തിലേക്ക് എത്തി, കൃത്യമായ രീതിയിൽ തന്നെ ആ ഒരു നടത്തിപ്പിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണ്. അപ്പോ എന്തായാലും ആ ഒരു വൈബ് അത് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ ശ്രീധരൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പുറകിലുള്ള ആർട്ട് വർക്ക്, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടതാണ്. ശ്രീധരൻ, ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട് എന്താണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്? അതായത് ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഈ ആർട്ടിസ്റ്റ്, ഞാൻ ശ്രീജിത്തിലേക്കും ഹരീഷിലേക്കും വരാം. ഇപ്പോൾ നമ്മുടെ പവലിനിൽ ശ്രീജയും അശ്വതിയും ഒക്കെ തയ്യാറായിരിക്കുകയാണ്. അവരിലേക്ക് പോവാം. ശ്രീജ, കലോത്സവ വേദിയിലാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത്. കൗമാര പ്രതിഭകളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് അവിടെ ഉണ്ടാവുക. വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കുക. തീർച്ചയായും കളിയരങ്ങിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പറഞ്ഞ പോലെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. ഒരുക്കങ്ങൾ എല്ലാം അവസാന ഘട്ടം എന്നല്ല, എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഒരുക്കങ്ങളൊക്കെ. ഇനി കലോത്സവം അങ്ങ് തുടങ്ങിയാൽ മതി. 10 മണിയോടുകൂടി കാത്തിരിപ്പിലാണ്. അതെ 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 ഈ 10 മണിയോടുകൂടി തന്നെ എന്തായാലും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം
ഈ പരിപാടികൾ അങ്ങ് ആരംഭിക്കുകയാണ് അല്ലേ? അപ്പം നമുക്കറിയാം 64ാമത് സ്കൂൾ കലോത്സവത്തെ ഇരു കൈയും നീട്ടിയാണ് തൃശ്ശൂർ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ നമ്മളിവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ നാട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം കണ്ടാൽ തന്നെ അറിയാം, അത്രയ്ക്കും അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കലാപ്രതിഭകളെ വരവേൽക്കാൻ. ഈ നമ്മളെയൊക്കെ വരവേറ്റത് ആ ഒരു രീതിയിൽ തന്നെയാണ്, അത്രയും കൂട്ടായ്മയോടെ അത്രയും ആവേശത്തോടെയാണ് ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തെ തൃശ്ശൂർ വരവേറ്റിരിക്കുന്നത്. നമുക്കറിയാം പൂരങ്ങളുടെ മണ്ണാണ്, അവർക്ക് ആഘോഷങ്ങളൊക്കെ തന്നെ അവർ ആ ഒരു തരത്തിലാണ് വരവേൽക്കുന്നത്. അതിൻ്റെ ഒരു വൈബ് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കിട്ടിയിട്ടുണ്ടല്ലേ ശ്രീജ? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ പൂരനഗരിയാണല്ലോ, സാംസ്കാരിക നഗരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സുരേഷ് ഗോപി പറഞ്ഞതും കഴിഞ്ഞ ദിവസം അങ്ങനെയാണ്, ഈ ഒരു പൂരങ്ങളുടെ ഒരു മിനിയേച്ചർ തന്നെയായിരിക്കും. അതായത് 2026 ഈ വർഷത്തെ പൂരത്തിന്റെ ഒരു മിനിയേച്ചർ തന്നെയായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് കുടമാറ്റം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 64ാമത് സ്കൂൾ കലോത്സവം ആയതുകൊണ്ട് 64 കുട്ടികൾ പങ്കെടുക്കുന്ന കുടമാറ്റം. അവിടെയും തൃശ്ശൂരിന്റെ ഒരു സിഗ്നേച്ചർ അവർ അടയാളപ്പെടുത്തിക്കണം, ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഇനി മത്സരങ്ങൾ വരുമ്പോഴാണ് ഒന്നുകൂടെ ഒന്ന് എനർജറ്റിക് ആവുന്നത്. എങ്ങനെയായിരിക്കും അപ്പോഴൊക്കെയാണ് ഒരു ഉത്സാഹം ഒന്ന് കൂടുക അല്ലേ? എന്തായാലും ഹരിത ചട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടായിരുന്നു, ഇപ്പോഴും കണ്ടായിരുന്നു. അത്രയധികം ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഓരോ വേദികളിലും കാണുമ്പോൾ അറിയാം, അത്രയധികം വൃത്തിയോടെ അത്രയധികം ശുദ്ധമായി തന്നെയാണ് പരിസരങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. അത്രയും വിപുലമായി തന്നെയാണ് ഓരോ ക്രമീകരണങ്ങളും ഓരോ വേദികളിലും ഒരുക്കുന്നത്. കുട്ടികളെ വരവേൽക്കാൻ ഒക്കെ തന്നെ തൃശ്ശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ തേക്കിൻകാട് മൈതാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, എത്രയോ പൂരങ്ങൾ കണ്ട് അത്തരത്തിൽ ഒരു മണ്ണാണ്. അതിൽ കലാപൂരം ഒരുങ്ങുമ്പോൾ അത്രയധികം ആവേശമാണ് ഓരോരുത്തർക്കും. ഈ വേദികളിലാകട്ടെ സംഘാടകരിലാകട്ടെ അത്രയധികം ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഇനി ആ തിരി ഒന്ന് തെളിഞ്ഞാൽ മതി. ഇന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് കളർഫുൾ ഐറ്റംസ് ആണ് ഉള്ളത്. അതെ, എല്ലാ ആകർഷകമായിട്ടുള്ള ഇനങ്ങളാണ്. പ്രധാനപ്പെട്ട ഐറ്റമൊക്കെ ഇന്നുണ്ടെന്നുള്ളത്. സംഘനൃത്തമുണ്ട്, കേരള നടനമുണ്ട്, മോഹിനിയാട്ടമുണ്ട്. മോഹിനിയാട്ടത്തിലാണ് തുടങ്ങുന്നത് കേട്ടോ. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടത്തോടുകൂടി പ്രധാന വേദി ഉണരും. പ്രധാന വേദി അല്പം മുമ്പ് തന്നെ ഉണരും. 10 മണിയോടുകൂടി ഉദ്ഘാടന ചടങ്ങോടുകൂടി പ്രധാന വേദി ഉണരുകയാണ്. അതിനുശേഷം പരിപാടികളൊക്കെ ആരംഭിക്കുകയാണ്. എന്തായാലും കളർഫുൾ ഇനങ്ങളൊക്കെ ഉണ്ട്. വളരെ ഗംഭീരമായിട്ട് തന്നെയായിരിക്കും. നമ്മളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്ക് ഈ മാത്രമല്ല, നമ്മൾ ഈ കലോത്സവ വേദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഈ കലയോടൊപ്പം തന്നെ രുചിവൈവിധ്യങ്ങൾ അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. പഴയിടം എന്ന് പറയുമ്പോൾ അത് നമ്മൾ എന്തായിരിക്കും ഈ ഓരോ ഐറ്റം നമ്മൾ മത്സര ഇനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷ പോലെയാണ്. പഴയടത്തിന്റെ രുചിവൈവിധ്യങ്ങൾ എന്താണെന്ന് അറിയാനുള്ള ഇന്നത്തെ പായസം സ്പെഷ്യൽ എന്തായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ. നമ്മുടെ റിപ്പോർട്ടറൊക്കെ പറയുന്നത് കേട്ടു, ഇന്നിവിടെ ചക്കപ്രഥമനാണ്, ഒന്ന് പോയി ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമ്മുടെ റിപ്പോർട്ടർ പിന്നെ വർഷ പറയുന്നത് കേട്ടു. വർഷ രാവിലെ തന്നെ ഊട്ടുപുരയിലേക്ക് അതുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നവധാന്യ ദോശ പറയുന്നത് കേട്ടു രാവിലെ. അതെ, നവധാന്യ ദോശ. അങ്ങനെ രുചികൾ ഏറെയുള്ള ഒരു ഇടം കൂടിയാണ്. അതിൽ പഴയിടത്തിന്റെ ഒരു പങ്ക് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്തരത്തിൽ കുട്ടികൾക്കായി ആരോഗ്യപരമായ ആഹാരങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് വൈവിധ്യത്തോടെയുള്ള ഭക്ഷണ വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം കാണികളെ ആവേശത്തിലാക്കാൻ വേണ്ടി കലയുടെ പൂരവുമുണ്ട്. അതെ, നമുക്ക് എന്തായാലും പാറമേക്കാവ് വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മുടെ പ്രധാനപ്പെട്ട തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഒരു ഐക്കൺ പാറമേക്കാവ് വടക്കുംനാഥനൊക്കെ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഈ കലോത്സവത്തിന് വരുന്ന ആളുകളൊക്കെ അവിടെ ഒന്ന് കയറി തൊഴുക, അല്ലെങ്കിൽ അവിടെ ഒരു ആൾക്കൂട്ടം സ്വാഭാവികമായി നമുക്ക് പ്രതീക്ഷിക്കാം. അജയ് എവിടെ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് അജയോട് ചോദിക്കാം. അജയ്, എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ? വലിയൊരു ആൾക്കൂട്ടമൊക്കെ തൃശ്ശൂർ നഗരിയിൽ വന്നു തുടങ്ങിയ പുലർച്ചെ ആയപ്പോൾ? കലയുടെ പൂരത്തിൽ കൊടിയേറാൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായാലും പാറമേക്കാവ് ക്ഷേത്രവും ഈ തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓടി വരുന്ന ഒരു പേര് കൂടിയാണ് ഈ പാറമേക്കാവ് ക്ഷേത്രം. ആ പാറമേക്കാവ് ക്ഷേത്രത്തിലും ഈ ആ കലയുടെ ആ ഒരു ആവേശത്തിലേക്ക്, ആ വൈബിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. രാവിലെ വലിയ തിരക്ക് അമ്പലത്തിലുമുണ്ട്. ആ അമ്പലത്തിൽ ഈ ക്ഷേത്രദർശനം കഴിഞ്ഞിട്ട് ഈ കലോത്സവത്തിലേക്ക് പങ്കെടുക്കുവാൻ ഈ പേരൻസ് ഉൾപ്പെടെ അല്ലെങ്കിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ എത്തുന്നൊരു സാഹചര്യമുണ്ട്. വലിയ തിരക്ക് ക്ഷേത്രത്തിലുണ്ട്. ഏതായാലും 2 ദിവസം മുമ്പായിരുന്നു ഇവിടെ ഉത്സവം ഉൾപ്പെടെ നടന്നത്. എന്തായാലും ആ ഒരു വൈബിലേക്ക് തൃശ്ശൂരാകെ മാറിയിട്ടുണ്ട്. മുൻപെല്ലാം അവരെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കലയുടെ ഒരു പൂരത്തിലേക്ക് തൃശ്ശൂർ മാറിയിരിക്കുന്നു. പൂരത്തിൻ്റെ നാടാണ്. സ്വാഭാവികമായും കലയുടെ ഒരു പൂരം കൂടെ എത്തുമ്പോൾ വലിയ ഒരു ആവേശത്തിലേക്ക് തൃശ്ശൂർ ജില്ലയാകെ മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളുള്ളത്. വലിയൊരു തിരക്ക്, അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ ഇടതടവില്ലാതെ ഇങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പ്രധാന വേദിക്ക് സമയമാണ് ഈ ക്ഷേത്രം ഉള്ളത് എന്നുള്ളതും വലിയൊരു ആശ്വാസമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ക്ഷേത്രത്തിൽ തൊഴുത് അനുഗ്രഹമെല്ലാം വാങ്ങി പ്രധാന വേദിയിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ എത്താനുള്ള സാഹചര്യം എല്ലാം ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പാറമേക്കാവ് ക്ഷേത്രത്തിലും ഈ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇലഞ്ഞിത്തറ മേള ഉൾപ്പെടെ നടക്കുന്ന പൂരത്തിൻ്റെ വലിയ
ഒരു പ്രൗഢി ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ പ്രൗഢി അലങ്കരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ പാറമേക്കാവ് ക്ഷേത്രം. തൃശ്ശൂരിനെ സംബന്ധിച്ച് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ പാറമേക്കാവ് എന്നുള്ളതാണ്. വലിയ പാരമ്പര്യമുള്ള ഒരുപാട് കഥകൾ പറയാനുള്ള, ചരിത്രം പറയാനുള്ള ക്ഷേത്രമാണ്. സ്വാഭാവികമായും തൃശ്ശൂർ ജില്ലയിൽ ഈ കലോത്സവം അരങ്ങേറുമ്പോൾ എന്തായാലും ഈ പാറമേക്കാവ് ക്ഷേത്രത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ എത്തി തൊഴുതുമടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് എല്ലാവരും. എന്തായാലും ആ കലയുടെ പൂരത്തിലേക്ക് തൃശ്ശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. മണിക്കൂറുകൾ മാത്രമാണുള്ളത്. 25 വേദികളിലായി 239 ഇനങ്ങളിലാണ് മത്സരം അരങ്ങേറുന്നത്. എന്തായാലും എല്ലാവരും തന്നെ, അതായത് ഈ കുട്ടികളും പേരൻസും എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തി വലിയൊരു ആവേശത്തിലേക്ക് മാറുന്നു. മണിക്കൂറുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ആ ഒരു ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും തന്നെ ഉള്ളത്. വലിയൊരു ആവേശത്തിലേക്ക് തൃശ്ശൂർ ജില്ല, പൂരങ്ങളുടെ ജില്ല, ഒരു കലയുടെ പൂരത്തിലേക്ക് മാറുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു. വലിയൊരു ആവേശമാണ് എല്ലാവർക്കും ഉള്ളത്. ഒരു പുത്തൻ വൈബിലേക്ക് തൃശ്ശൂർ ജില്ല മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇനി കാത്തിരുന്ന് കാണേണ്ടത് അതുതന്നെയാണ്. 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി കലയുടെ പൂരത്തിന് കൊടിയേറും. എന്തായാലും 25 ഇനങ്ങളുണ്ട്, 25 വേദികളുണ്ട്, 239 ഇനങ്ങളുണ്ട്. ആ ഇനങ്ങളെല്ലാം തന്നെ വലിയ ആവേശത്തോടുകൂടി മാറ്റുരയ്ക്കാൻ എല്ലാവരും തന്നെ തയ്യാറായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പാറമേക്കാവ് ക്ഷേത്രവും ഈ കലോത്സവത്തോടൊപ്പം തന്നെ ചേർത്ത് വെക്കപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ കൂട്ടി വായിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കൂടിയാണ് എന്നുള്ളതാണ്. ശ്രീജ. പ്രധാനപ്പെട്ട ആളാണ്. ആരാണ്? വടക്കുന്നാഥന്റെ അടുത്തുനിന്നുള്ള വിശേഷങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിന്ന് ആതിര ചേരുകയാണ്. അതിൽ അവിടെ എങ്ങനെയാണ്, ഒരു വൈബൊക്കെ തുടങ്ങിയോ? ശ്രീജ, തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തന്നെ പൂരമാണ്. പൂരം വിട്ടൊരു കളിയൊന്നുമില്ല ഈ തൃശ്ശൂരുകാർക്ക്. അതുപോലെ തന്നെ ഈ കേരളം മൊത്തം എന്ന് പറയുമ്പോൾ ഈ വടക്കുംനാഥൻ്റെ മണ്ണാണ്. ഈ മണ്ണിലാണ് ആ പൂരം കൊടിയേറുക. നിലവിലേതായാലും ഇവിടെ ആ പൂരത്തിൻ്റെ ഒരു വൈബ് തന്നെയുണ്ട്. കാരണം ഇവിടെ വരാൻ പോകുന്നത് കൗമാരപ്പൂരമാണ്, കൗമാരത്തിൻ്റെ കലാപൂരമാണ്. ഈ വടക്കുംനാഥൻ്റെ ഈ മുറ്റത്ത് എങ്ങനെയാണോ തൃശ്ശൂർ പൂരം അരങ്ങേറുന്നത് അതേ വൈബിൽ തന്നെയായിരിക്കും ഈ കൗമാര കുട്ടികളുടെ പൂരവും അരങ്ങേറുക. കൗമാരം എന്ന് പറയുമ്പോൾ തന്നെ ഊർജ്ജമാണ്. ആ ഊർജ്ജം തൃശ്ശൂർ നഗരവും തൃശ്ശൂർകാരും ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം അതൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നമ്മൾ കണ്ടത്. 24 വേദികളും സജ്ജമായി കഴിഞ്ഞു. ഇനി 10 മണിക്ക്, കൃത്യം 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കലാപൂരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടുകൂടി ആ ഒരു വൈബിലേക്കൊക്കെ തന്നെ തൃശ്ശൂർ കടക്കും. അതിനുശേഷം പിന്നെ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത്രത്തോളം കലയെ ഏറ്റെടുക്കുന്നവരാണ് മലയാളികൾ, പ്രത്യേകിച്ച് തൃശ്ശൂരുകാർ എന്നുള്ളതാണ്. പക്ഷേ സുരക്ഷയും അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള സുരക്ഷാ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സജ്ജമാണ്. അതിനുള്ള പോലീസ് വിന്യാസമൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ക്യാമറകളിലൊക്കെ തന്നെ നിരീക്ഷണത്തിലാണ്. ശക്തമായ സുരക്ഷയോടുകൂടിയായിരിക്കും കൗമാര കലാപൂരം തൃശ്ശൂർ ഏറ്റെടുക്കുക. നിലവിലേതായാലും തൃശ്ശൂർ ആ വൈബിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യം 10 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷമുള്ള പിന്നെ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് അത്രത്തോളം കലയാണ്. കലയെ നമ്മളെ എല്ലാവരും അതിലേക്ക് ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. ഈ വടക്കുംനാഥൻ്റെ മണ്ണിലേതായാലും കൗമാര കലാപൂരം ഇനി ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രേക്ഷകരെല്ലാവരും അക്ഷമരായി കാത്തിരിക്കുകയാണ് ഇത് കാണാൻ. അതുപോലെ തന്നെ തൃശ്ശൂരുകാരും. ഏതായാലും ഈ കലാപൂരത്തെ തൃശ്ശൂരുകാർ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും. എന്തായാലും പറഞ്ഞതുപോലെ തൃശ്ശൂർകാർ തന്നെ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തൃശ്ശൂർകാരും മാത്രമല്ല, മലയാളികൾ ഒന്നടങ്കം കലോത്സവ വേദിയിൽ സജീവമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഊട്ടുപുര വരെ ഒന്ന് പോയിട്ട് പിന്നെ അത് തീർച്ചയായും വേണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രുചിവൈവിധ്യങ്ങളുടെ ഇടമാണ് ഊട്ടുപുര. അവിടെ നിന്ന് നമുക്ക് വർഷ ഉണ്ട്. അപ്പോൾ വർഷയിലേക്ക് പോകാം. വർഷ, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ? രാവിലെ തന്നെ എന്തൊക്കെ വിഭവങ്ങളാണ് അവിടെ പഴയിടം ഒരുക്കിയിട്ടുള്ളത്? ഒരു കാര്യം കൂടെ പറയട്ടെ, വർഷ രാവിലെ നവധാന്യ ദോശ ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാണ് പോയത് കേട്ടോ. അപ്പോൾ വർഷയുടെ ആ കാര്യം കൂടി ചോദിക്കാനുണ്ട്. വർഷ എക്സൈറ്റഡ് അല്ലേ?
സത്യമായിട്ടും ഞാൻ രാവിലെ പറഞ്ഞതാണ്, ഞാൻ ഇന്ന് നവധാന്യ ദോശ കഴിച്ചിട്ടേ വരുള്ളൂ എന്ന്. കാരണം ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം കണ്ടതും അത് തന്നെയാണ്, നവധാന്യ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാർ. രാവിലെ മുതൽ തന്നെ ഒരുപാട് ദോശകളാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം എറണാകുളത്ത് നിന്ന് വന്നതാണ് ഈ ദോശ ചുടാൻ വേണ്ടി മാത്രം. നമ്മൾ പല വിധത്തിലുള്ള ഈ കലോത്സവ വേദികളിൽ പലതരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ നവധാന്യ ദോശ ഉൾപ്പെടുത്തുന്നത് ഇത് ആദ്യമാണെന്നാണ് തോന്നുന്നത്. കുട്ടികൾക്ക് പോഷകപരമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നവധാന്യ ദോശ ഒരുക്കുക. നമുക്ക് ഈ ദോശയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ചേട്ടന്മാരോടൊന്ന് ചോദിച്ചു നോക്കാം. കാരണം ഇതേക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത് എനിക്കറിയില്ല. അപ്പം ഈ ചേട്ടന്മാരോടൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, എന്താ പ്രത്യേകത ദോശയുടെ? പ്രത്യേകം എന്ന് വെച്ചാൽ 9 ധാന്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. പോഷകമായ എല്ലാ ഗുണങ്ങളും ഉള്ള ആഹാരം ധാന്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഈ കടല, പയർ, ഉലുവ, അട്ടാണി, അങ്ങനെ 9 കൂട്ടം ധാന്യങ്ങളുണ്ട്. അതുകൂടാതെ കുരുമുളക്, കായപ്പൊടി, മുളക്, തേങ്ങ, അങ്ങനെ പല വെറൈറ്റി ആയിട്ടൊരു നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റാവുന്ന ഒരു വിശ്വസിച്ച് കഴിക്കാൻ പറ്റാവുന്ന ഭക്ഷണമാണത്. സാധാ ദോശ പോലെ ഇത് ഇങ്ങനെ മാവ് ആട്ടി വെക്കുക അങ്ങനെ തന്നെയാണോ? അതെ, മാവ് ആട്ടി, അരി, ഉഴുന്ന്, ഗോതമ്പ് അങ്ങനെ എല്ലാം അരച്ച് നവധാന്യങ്ങളും ഇത് മുമ്പത്തെ ദിവസം കുതിർത്തതിന് ശേഷം അരച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. സാധാ ദോശ തന്നെ പ്രിപ്പറേഷൻ തന്നെയാണെങ്കിലും ഇതിന് കുറച്ച് ഈ ധാന്യങ്ങൾ അരക്കാൻ കുറേ സമയം എടുക്കും. അതിൻ്റെ പ്രിസർവേറ്റീവ് കുറച്ച് ടൈം എടുക്കുന്നതാണ്. കുറേ ടൈം എടുത്തു ഇന്നലെയൊക്കെ? അതെ, ഇന്നലെ ഇവിടെ നമ്മൾ ഉച്ചക്ക് വന്നാൽ കൂടി എറണാകുളത്ത് നമ്മുടെ ഫാമിലിയെ മാത്രമേ ഉള്ളൂ, പണിക്കാരും ഇല്ല. ഞങ്ങൾ തന്നെ സ്വയം ഒരു കുടുംബമായിട്ട് ചെയ്യുന്നതാണിത്. അപ്പം ഇവർ ഒരു കുടുംബം തന്നെയാണ് ഈ നവധാന്യ ദോശ ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത്. എന്തായാലും ചൂടുള്ള ദോശകൾ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് കഴിച്ചു നോക്കാം. അതോടൊപ്പം തന്നെ സാധാ ദോശയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സാധാ ദോശയും നവധാന്യ ദോശയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചക്കപ്പായസം, അങ്ങനെ പല രീതിയിലുള്ള വിഭവങ്ങളും ഇന്ന് സ്പെഷ്യലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഇത്തവണയും ഈ വിഭവങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഊട്ടുപുരയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്താണ് ഊട്ടുപുര സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരേ സമയം 4000 പേർക്ക് ഇരുന്ന് കഴിക്കാൻ കാരണമുള്ള ഭക്ഷണമാണല്ലോ. എന്തായാലും നവധാന്യ ദോശ ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ഈ ചക്കപ്രഥമനും കഴിച്ചിട്ടേ വരൂ എന്നാണ് വർഷ രാവിലെ വരുമെന്ന് തോന്നുന്നില്ല. തക്കിട്ട തക്കിട്ട ജും തക്കിട്ടനം തക്കിട്ടത്തും തരകിടത്തികതിം തക്കിട്ട തക്കതിം തക്കിട്ട തത്തും. മകരസംക്രാന്തി ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ്. സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സേവാതീർത്ത് സമുച്ചയത്തിലേക്കാണ് ഓഫീസ് മാറുന്നത്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് മുതൽ സൗത്ത് ബ്ലോക്കിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ അധികാര കേന്ദ്രം മാറുകയാണ്. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി റെയ്സീന ഹില്ലിന് സമീപത്താണ് പുതിയ ഓഫീസ് സമുച്ചയം. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എടുത്തുകാട്ടുന്ന രീതിയിലാണ് നിർമ്മാണം. എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും ഇതിലൊരുക്കിയിട്ടുണ്ട്. കേന്ദ്ര ഭരണമേഖലയെ പുനർവികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയുടെ 4ാം ഘട്ടമാണിത്. നേരത്തെ എക്സിക്യൂട്ടീവ് എൻക്ലേവ് എന്നറിയപ്പെട്ടിരുന്ന കെട്ടിടം ഇപ്പോൾ സേവാതീർത്ത് എന്ന് പുനർനാമകരണം നടത്തുകയായിരുന്നു. സേവനത്തിന്റെ പുണ്യസ്ഥലം എന്നാണ് ഇതിന്റെ അർത്ഥം. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് സമുച്ചയം. സേവാതീർത്ത് 2 ഇതിനകം തന്നെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സേവാതീർത്ത് 3ലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ഓഫീസ്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ നിർമ്മാണവും ഓഫീസിന് സമീപം പുരോഗമിക്കുന്നുണ്ട്. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന മന്ത്രാലയങ്ങളെ ഒരിടത്തേക്ക് കൊണ്ടുവരാൻ കോമൺ സെൻട്രൽ സെക്രട്ടേറിയറ്റ് കെട്ടിടങ്ങളും നിർമ്മിച്ചു വരുന്നുണ്ട്. കോളനി ഭരണകാലത്തിന്റെ ശേഷിപ്പുകൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മാറ്റം. നേരത്തെ ന്യൂഡൽഹിയുടെ രാജ്പഥിനെ കർത്തവ്യപാത എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു. പുതിയ കെട്ടിടങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ സൗത്ത് നോർത്ത് ബ്ലോക്കുകൾ യുഗേ യുഗീൻ ഭാരത് സംഗ്രഹാലയ എന്ന പേരിൽ ഒരു പൊതു മ്യൂസിയമായി മാറും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കോൺഗ്രസിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇന്ന് തുടങ്ങും. മധുസൂദൻ മിസ്രി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. മണ്ഡലത്തിലെ ജയസാധ്യത പ്രധാന മാനദണ്ഡമാക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. മുതിർന്നവരെയും യുവാക്കളെയും ഒരുപോലെ പരിഗണിക്കും. 16-നുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് കോൺഗ്രസിൽ എന്നും ഒരു കീറാമുട്ടിയാണ്. അങ്ങനെ ഒന്ന് ഇത്തവണ ഉണ്ടാവരുത് എന്നാണ് ലക്ഷ്യയിലൊക്കെ എടുത്ത തീരുമാനം. അത് എത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാനാവും കോൺഗ്രസിൽ? എങ്ങനെയാണ് തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുന്നത്? മധുസൂദൻ മിസ്രിയൊക്കെ ഉണ്ടല്ലോ തലസ്ഥാനത്ത്.
മായ മൻസൂറും മിസ്ത്രി ഇന്നലെ രാത്രിയോടുകൂടിയാണ് തലസ്ഥാനത്തെത്തിയത്. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തുന്നു. 2 ദിവസം കൂടിക്കാഴ്ചയും ചർച്ചയും ഉണ്ടാകും. അതായത് എംപിമാരടക്കമുള്ള ജനപ്രതിനിധികളുമായാണ് ചർച്ച നടത്തുക. കൃത്യമായ മാനദണ്ഡം ജയസാധ്യത, അത് മാത്രമാണ് ഒരു മണ്ഡലത്തിലെ ജയസാധ്യത. അത് സിറ്റിംഗ് MLA-മാർക്ക് നൽകിയാൽ പോലും അവർക്ക് ഇനിയും അവിടെ ജയസാധ്യത എത്രത്തോളമാണ് പ്രാദേശിക ഘടകവുമായി ചർച്ച ചെയ്യും. സാധാരണഗതിയിൽ പ്രാദേശിക ഘടകങ്ങൾ മണ്ഡലം കമ്മിറ്റി നൽകുന്ന പട്ടികയും അതനുസരിച്ച് സംസ്ഥാന നേതൃത്വവുമാണ് ഇതിൽ തീരുമാനങ്ങൾ എടുത്തു പോകുന്നത്. പക്ഷെ ആ ഒരു പതിവ് രീതിയിൽ നിന്നും മാറി പ്രാദേശിക ഘടകങ്ങൾ, താഴെത്തട്ടിലുള്ള പ്രാദേശിക ഘടകങ്ങളുമായി അഭിപ്രായ നടത്തും. അവർ നൽകുന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ചാവും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുക. കനകമുന്തിരിയും വിവദസ് മുൻഷിയുടെയും ഒക്കെ സഭയും ഒക്കെ അതുകൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാകും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുക. 2 ദിവസം, അതായത് 16-നുള്ളിൽ തന്നെ ചർച്ചകൾ പൂർത്തിയാക്കുക. 2 ഘട്ടമായി സ്ഥാനാർത്ഥി പട്ടിക 2 ഘട്ടമായി തീരുമാനിക്കണമെന്നത് അങ്ങനെ ഒരു ധാരണയിലും കൂടി എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എത്രയും വേഗം തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക ചർച്ചയിലേക്കും ധാരണകളിലേക്കും എത്തുമായി തന്നെയാണ് മധുസൂദൻ മിസ്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. മധുസൂദൻ മിസ്ത്രിയുടെ നേതൃത്വത്തിൽ അതിന്റെ പിന്നാലെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നിരീക്ഷകരും കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ACC തീരുമാനിച്ച സെക്ഷനുകാരുടെ തർക്കമുള്ളവർക്കെല്ലാം അവരും സ്ഥാനാർത്ഥികളെ ചർച്ചകളിലേക്ക് ഇടപെടുമെന്നാണ് മധുസൂദൻ മിസ്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാകും അധികമായ തീരുമാനങ്ങളൊക്കെ എടുക്കുക. MPമാർ നിലവിൽ മത്സരിക്കേണ്ടതില്ല എന്ന ACCയുടെ തീരുമാനമൊക്കെ ഉണ്ടെങ്കിൽ കൂടി ചില ഘട്ടങ്ങളിൽ അതിൽ ചില ഇളവുകളില്ലേ എന്ന ആലോചനയും നടക്കുന്നുണ്ട്. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിശദമായി വാദം കേൾക്കും. ശങ്കർദാസ് അബോധാവസ്ഥയിൽ ആശുപത്രിയിലാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചത്. നേരത്തെ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ SITക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. കട്ടിളപ്പാളി കേസിലെയും ദ്വാരപാലക കേസിലെയും ജാമ്യാപേക്ഷയിലാണ് വിധി ഉണ്ടാവുക. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലുമായി തെളിവെടുപ്പ് നടത്തി പ്രത്യേക അന്വേഷണ സംഘം. തിരുവല്ല ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. കനത്ത സുരക്ഷയിലായിരുന്നു നടപടിക്രമങ്ങൾ നടന്നത്. അതേസമയം പാലക്കാട് ഹോട്ടൽ മുറിയിൽ നിന്ന് ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഫോണിൽ നിർണായക ചാറ്റുകളുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ അമൃത വിശ്വവിദ്യാപീഠവുമായി ചേർന്ന് തിരുവനന്തപുരം ജില്ലാ ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. മത്സരത്തിൽ SHUPS ചുള്ളിമാനൂർ, NSS HSS മടവൂർ എന്നിവർ ജേതാക്കളായി. ഇരു ടീമുകളും സംസ്ഥാനതല ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യതരായി. ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മത്സരം വിദ്യാർത്ഥികളുടെ അറിവും ചിന്താശേഷിയും പരീക്ഷിക്കുന്ന വേദിയായി മാറി. ക്യൂ ഫാക്ടറിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ക്വിസ്മാനായ സ്നേഹജ് ശ്രീനിവാസ്, അഡ്വക്കേറ്റ് ജസ്റ്റ് ജോൺ സെബാസ്റ്റ്യൻ, മഹാദേവ് നമ്പ്യാർ എന്നിവരാണ് മത്സരം നിയന്ത്രിച്ചത്. ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായിരുന്നു മത്സരം. ക്വിസ് എന്ന ഗെയിമിലെ ഔദ്യോഗിക ചാമ്പ്യനെ കണ്ടെത്താൻ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ജില്ലാ മത്സരങ്ങളിൽ 3-ാമത്തെ മത്സരമാണ് ഇന്ന് അമൃത കൈരളി വിദ്യാഭവനിൽ വെച്ച് നടന്നത്. ക്വിസ് എന്ന ഗെയിമിലെ 2 കാറ്റഗറിയിൽ, സബ് ജൂനിയർ, ജൂനിയർ കാറ്റഗറിയിൽ ജില്ലാ ചാമ്പ്യന്മാരെ കണ്ടെത്തുന്ന മത്സരമാണിത്. ക്വിസിലെ ഔദ്യോഗിക സംഘടനയായ IQA ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ഏഷ്യയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഈ വർഷം മത്സരം സംഘടിപ്പിക്കുന്നത് അമൃത വിശ്വവിദ്യാപീഠം ഗ്രൂപ്പാണ്. 2ാമത്തെ വർഷമാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. IQA ഏഷ്യയിൽ രജിസ്റ്റർ ചെയ്ത ക്വിസ് പ്ലേയേഴ്സാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത്. 70,000 രൂപയുടെ സമ്മാനങ്ങളാണ് വിജയികൾ സ്വന്തമാക്കിയത്. നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ നടന്ന മത്സരത്തിൽ അമൃത വിദ്യാലയം ഓൾ കേരള അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ സജികുമാർ GS, നെടുമങ്ങാട് KSFE മാനേജർ സ്മിത KL എന്നിവർ ചേർന്ന് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാതല മത്സരത്തിലെ സബ് ജൂനിയർ വിഭാഗത്തിൽ ചുള്ളിമാനൂർ SHUP സ്കൂളിലെ വിദ്യാർത്ഥികളായ ഈശ്വർ M വിനയൻ, രജൻ രാജ് RN എന്നിവർ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ഈശ്വർ M വിനയൻ ആൻഡ് രജൻ രാജ് RN.
അമൃതയുടെ ഈ ഒരു ക്വിസിൻ്റെ കാര്യം അറിയുന്നത് അമൃത TV-യിലൂടെയാണ്. പുതിയ അനുഭവമായിരുന്നു. ബസർ റൗണ്ട്, ബിഡിങ് റൗണ്ട് തുടങ്ങി പല റൗണ്ടുകളും ഒരു രസമായിരുന്നു. നമുക്ക് കണ്ടിരിക്കാൻ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഈ കിസിംഗ് മത്സരം നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. സാധാരണ കിസിംഗ് മത്സരം പോലെയല്ല. ജൂനിയർ വിഭാഗത്തിൽ NSS, HSS മടവൂരിലെ നവനീത് കൃഷ്ണ US, അനന്തനാരായണൻ PJ എന്നിവർ ജേതാക്കളായി. സാധാരണ ക്വിസ് ഫാക്റ്റ് പഠിച്ചുകൊണ്ട് വന്ന് എഴുന്നേക്കാളും കുറച്ചുകൂടെ നമ്മളുടെ കോമൺ നോളജിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിപ്പിച്ച ക്വിസ്. കാണാതെ പഠിക്കുന്ന സ്കില്ല് മാത്രമല്ലാതെ ഒബ്സർവേഷൻ ക്വാളിറ്റിയും അതൊക്കെ പരീക്ഷ ക്വിസ് തന്നെയായിരുന്നു ഇത്. സബ് ജൂനിയർ വിഭാഗത്തിൽ നളന്ദ TTI നന്ദിയോട്, കേന്ദ്രീയ വിദ്യാലയ പള്ളിപ്പുറം, AKVB ടീമുകളും ജൂനിയർ വിഭാഗത്തിൽ GMB HSS ആറ്റിങ്ങൽ, GKS GB HSS വെള്ളനാട്, ഭാരതീയ വിദ്യാഭവൻ മൺവിള ടീമുകളും യഥാക്രമം 2, 3, 4 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. 14 ജില്ലകളിലെയും ചാമ്പ്യന്മാർ കേരളത്തിന്റെ ഔദ്യോഗിക ക്വിസ് ചാമ്പ്യൻ സ്കൂൾ പദവിക്ക് വേണ്ടി മാറ്റുരയ്ക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കാന്തപുരം AP വിഭാഗവുമായുള്ള ബന്ധം ദൃഢമാക്കാനൊരുങ്ങിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയുടെ സ്വീകരണ പരിപാടിയിൽ ലീഗ് നേതാക്കൾ സജീവ സാന്നിധ്യമാണ്. ജനുവരി 1-നാണ് കാന്തപുരം AP മുസ്ലിയാരുടെ കേരള യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായത്. 1989-ലെ സമസ്ത സുന്നി പിളർപ്പിനെ തുടർന്ന് രൂപീകരിച്ച കാന്തപുരം നയിക്കുന്ന ജംഇയ്യത്തുൽ ഉലമ ഇക്കാലം വരെ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇടതുമുന്നണിയോട് അകലം പാലിച്ചു വരികയാണ്. വെള്ളാപ്പള്ളിയുടെ വിവാദ മലപ്പുറം പരാമർശത്തിൽ കടുത്ത എതിർപ്പുയർത്തിയതിന് പിന്നാലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ലേക്ക് കാന്തപുരം വോട്ടുകൾ ഒഴുകുന്നതാണ് കണ്ടത്. സമസ്ത EKയിലെ ഒരു വിഭാഗം ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് കാന്തപുരവുമായുള്ള അടുപ്പം സുദൃഢമാക്കിയിട്ടുള്ളത്. കേരള യാത്ര കാസർഗോഡ് നിന്ന് മലപ്പുറം എത്തിയപ്പോഴേക്കും ലീഗിലെ പ്രമുഖ നേതാക്കൾ പലരും കാന്തപുരത്തിനൊപ്പം വേദി പങ്കിട്ടിരുന്നു. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയും കാന്തപുരം വേദിയിൽ സജീവ സാന്നിധ്യമായി. CPM നേതാവ് AK ബാലൻ്റെ പരാമർശത്തിൽ ലീഗിനൊപ്പം കാന്തപുരവും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. സമസ്ത EK വിഭാഗത്തിൻ്റെ 100ാം വാർഷിക സമ്മേളനം കാസർഗോഡ് തുടങ്ങാനിരിക്കെയാണ് ലീഗ് കാന്തപുരവുമായി കൈകോർക്കാൻ ഒരുങ്ങുന്നത്. CPM-നോടുള്ള കാന്തപുരത്തിൻ്റെ അകൽച്ച തിരഞ്ഞെടുപ്പിൽ പരമാവധി മുതലാക്കാനാണ് മുസ്ലിം ലീഗിൻ്റെ നീക്കം. S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ മകരവിളക്കും മകരസംക്രമ പൂജയും ഇന്ന് നടക്കും. വൈകിട്ട് 3:08 സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് കടക്കുന്ന മുഹൂർത്തത്തിലാണ് സംക്രമ പൂജ. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര്, മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 6:40 ദീപാരാധനയും തുടർന്ന് മകരജ്യോതി ദർശനവും നടക്കും. 12 പന്തളത്ത് നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് സന്നിധാനത്ത് എത്തും. പുലർച്ചെ ലാഹ വനം വകുപ്പ് സത്രത്തിൽ നിന്നും പ്രയാണം തുടങ്ങിയ ഘോഷയാത്ര ഇലവുങ്കൽ എത്തി. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ് ഇപ്പോൾ. കണ്ണൻ, തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ എവിടെ വരെ എത്തി? അതേമായ തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ ഇലവുങ്കലാണ് ഉള്ളത്. കഴിഞ്ഞ 12-ാം തീയതി പന്തളത്ത് നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ലഭിച്ചത്. അവിടെ നിന്നുമൊക്കെ ഇന്ന് രാവിലെ ലാഹ വനംവകുപ്പ് സത്രത്തിൽ നിന്നുമാണ് വീണ്ടും പ്രയാണം ആരംഭിച്ചത്. ഇന്ന് അവിടെ നിന്നും പ്രയാണം ആരംഭിച്ച ഘോഷയാത്ര പ്ലാപ്പള്ളി വഴി ഇപ്പോൾ ഇലവുങ്കൽ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകത്ത് ഘോഷയാത്ര നിലയ്ക്കലിലേക്ക് എത്തിച്ചേരും. നിലയ്ക്കലിൽ എത്തിയാൽ അവിടെ നിന്നും പിന്നീട് കാനനപാതയിലൂടെ ആയിരിക്കും യാത്ര. ഈ പമ്പാ തീരത്തുകൂടി ഈ കല്ലും മുള്ളും നിറഞ്ഞ ശരിക്കും കാനനപാതയിലൂടെ, പരമ്പരാഗത പാതയിലൂടെ തന്നെ മരക്കൂട്ടത്തേക്ക് എത്തിച്ചേരും. അവിടെ വലിയാനവട്ടവും ചെറിയാനവട്ടവും ഒക്കെ കടന്നാണ് ഈ ശരംകുത്തി വഴി അവിടേക്ക് എത്തുന്നത്. അവിടെ ഏകദേശം വൈകുന്നേരത്തോടെ അവിടേക്ക് എത്തും. അവിടെ നിന്നും പിന്നീട് സന്നിധാനത്തേക്കുള്ള പ്രയാണമായിരിക്കും. സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് മകരജ്യോതി ദർശനവും മകരവിളക്കുമാണ്. നിരവധി ഭക്തരാണ് എല്ലായിടത്തും കാത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ തിരുവാഭരണ കടന്നുപോകുന്ന പാതകളിലെല്ലാം അന്യസംസ്ഥാനക്കാരുൾപ്പെടെ നിരവധി ഭക്തജനങ്ങളാണ്, തീർത്ഥാടകരാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയെ വരവേൽക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര എത്തുന്ന ഓരോ സ്ഥലത്തും അതാത് പ്രദേശത്തെ ആളുകളും അതുപോലെ ഈ തീർത്ഥാടകരായിട്ടുള്ള ആൾക്കാരുമെല്ലാം ഈ
തിരുവാഭരണം കണ്ടു തൊഴാനായി കാത്തു നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും ഈ തിരുവാഭരണം ഒന്ന് ദർശിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുന്നുണ്ട്, ആ പുണ്യം നേടുന്നുണ്ട്. ശബരീശനെ കണ്ടു തൊഴുന്നത് പോലെ തന്നെയാണ് ഈ തിരുവാഭരണവും അവർ കാണുന്നത്. തിരുവാഭരണം ഈ ശബരീശന് ചാർത്താനുള്ള തിരുമുഖം അടക്കമുള്ള തിരുവാഭരണങ്ങളാണ് ഈ പേടകങ്ങളിൽ ഉള്ളത്. ഈ പേടകങ്ങൾ വഹിച്ചുകൊണ്ടാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്നത്. എന്തായാലും ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര ഇലവുങ്കലാണുള്ളത്. ഇലവുങ്കിൽ നിന്നും അല്പസമയത്തിനകം നിലയ്ക്കലിലേക്ക് എത്തും. നിലയ്ക്കലിൽ നിന്നും പിന്നീട് കാനന പാത വഴി ഈ കല്ലടയാറിന്റെ തീരത്തുകൂടി പരമ്പരാഗത പാതയിലൂടെ കടന്ന് സന്നിധാനത്തേക്ക് പോകും. മായ വിവരങ്ങൾ നൽകിയത്. തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ ഉള്ളത് ഇലവുങ്കലാണ്. അല്പസമയത്തിനകം നിലയ്ക്കലിലേക്ക് പോകും. അതിനുശേഷം കാനനപാത വഴിയായിരിക്കും സന്നിധാനത്തേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര നടക്കുക. കണ്ണൻദേവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അമൃത ടിവിക്ക് വേണ്ടി അയ്യപ്പ കീർത്തനം ആലപിച്ച് ഹരിവരാസനം അവാർഡ് ജേതാവ് നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ. കലയോടുള്ള സമർപ്പണമാണ് അയ്യപ്പന്റെ അനുഗ്രഹത്തിന് കാരണമായതെന്നും ശബരിമലയിൽ ദർശനം നടത്തിയ ശേഷം തിരുവിഴ ജയശങ്കർ പ്രതികരിച്ചു. ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന ഹരിവരാസനം അവാർഡിന് ഇത്തവണ വിജയിയായിരിക്കുന്നത്, ഇത്തവണ നേടിയിരിക്കുന്നത്, അർഹനായിരിക്കുന്നത് തിരുവിഴ ജയശങ്കറാണ്. അദ്ദേഹം അമൃത ടിവിക്കൊപ്പം ചേരുകയാണ്. നമസ്തേ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഹരിവരാസനം അവാർഡ് അത് നേടുമ്പോൾ, അയ്യന്റെ അവാർഡ് നേടുമ്പോൾ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒരു എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. അത്ര ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ വേറെ ഏത് ഒരു ലോകത്തിൽ ആ ഹരിവരാസനം പുരസ്കാരം ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആയിപ്പോയി. കുറച്ച് നേരത്തേക്ക് ഞാൻ ഇങ്ങനെ ആ സ്വാമിയെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വാസുവൻ സാർ ചോദിച്ചു, ആ ജയശങ്കർ കേട്ടില്ലെന്ന് പറഞ്ഞു. അവർ കേട്ടിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റാതെ അത് ഞാൻ ഹരിവരാസന പുരസ്കാരം ജയശങ്കർക്ക് എൻ്റെ വാസുവൻ സാറെ വളരെ ഇതിനെ ഒരു സന്തോഷം, ഇതിപ്പോൾ എനിക്കൊരു സന്തോഷം ഇല്ല. അപ്പോൾ അത് ഇത് പറഞ്ഞെല്ലാം കഴിഞ്ഞപ്പോൾ 2 ദിവസം മുമ്പ് എൻ്റെ നവതി ആഘോഷമായിരുന്നു മിനിഞ്ഞാന്ന് കോട്ടയത്ത്. അപ്പോൾ ബംഗാൾ ഗവൺമെൻറ് പിന്നെ ആനന്ദബോസ് മറ്റേ കുമ്മനം എല്ലാവരും ഒരു വലിയ ആൾക്കാരുണ്ട്. തിരുവഞ്ചൂർ, സുരേഷ് കുറുപ്പ് എല്ലാവരും ഉണ്ട്. വാസവൻ സാറാണ് പിന്നെ ഈ അവരുടെ നാദോപാസന സംഗീത സഭയുടെ ഒരു അവാർഡ് എനിക്ക് തരുന്നത്. അത് തന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ജയശങ്കർക്ക് ഇതുപോലെ ഹരിവരാസനം പുരസ്കാരം ഇത്തവണ ഞങ്ങൾ പിന്നെ ജയശങ്കറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ നവതിയോടനുബന്ധിച്ച് കൊടുക്കാൻ സാധിച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് വാസവൻ സാർ ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ മാനസികമായിട്ട് വിചാരിച്ചു, അപ്പോൾ എനിക്ക് എത്രയോ നാളെ മുമ്പ് പോലെ ഞാൻ ദാസനം വായിച്ച് തുടങ്ങിയതാണ്. 12 വയസ്സ് മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ 89 കയറി ആ 90ൻ്റെ പടവിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ പടവിൽ നിൽക്കുമ്പോഴും ആ നാസ്ത്രം, ആ കല എനിക്ക് ഇങ്ങനൊരു വലിയ പുരസ്കാരം തന്നല്ലോ എന്നാണ് അപ്പോഴാണ് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. കാരണം എൻ്റെ ആ സംഗീതം കൊണ്ട് അയ്യപ്പസ്വാമിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പലതവണ അയ്യപ്പൻ്റെ കീർത്തനങ്ങൾ വായിച്ചു. ഇവിടെ ആണെങ്കിലും തമിഴ്നാട്ടിലെങ്കിലും കർണാടകയിൽ പോയി എവിടെയാണെങ്കിലും ശരി ഈ ചെറിയ കീർത്തനം വായിക്കുമ്പോൾ എല്ലാവർക്കും വലിയ തൃപ്തിയാണ്. അപ്പോൾ എന്നോട് ഈ തമിഴും ആന്ധ്രയിലോട് என்ன சார் அந்த தமிழ் கீர்த்தனை, அந்த கரையற்புரிய கீர்த்தனை அது நல்லா இருக்கு சார், என்ன அது நீ கொஞ்சம் பாடி கேட்பீங்க. അപ്പോൾ ഞാൻ ഇതുപോലെ ഇത് അപ്പനവതരത്ത കഥാപാത്രം, അയ്യപ്പനവതരത്ത കഥാപാത്രം ഞാൻ പാടി. ഇപ്പം എനിക്ക് തൊണ്ട ശരിയല്ല, അല്ലെങ്കിൽ ഞാനത് പാടി അത് മുഴുവൻ എന്നെക്കൊണ്ട് പാടിച്ച് അവരെ കേട്ടിട്ട് അത് കച്ചേരിയിൽ വായിപ്പിക്കും. അങ്ങനെ ആ ഒരു സ്ഥിതിവിശേഷം പോലും ഈ കീർത്തനത്തിനുണ്ടായി. അത്ര ചെറിയ കീർത്തനം, അത് വളരെ പക്ഷേ ഒരുപാട് അർത്ഥം അതിനകത്ത് ലളിതമായ പദങ്ങൾ കൊടുത്തിട്ട് ഇങ്ങനെയായിരിക്കും. ടിവിക്ക് വേണ്ടി തൊണ്ട ശരിയല്ല എന്ന് പറഞ്ഞു എങ്കിൽ തന്നെ ഒരു 2-3 ലൈൻ അമൃത ടിവിക്ക് വേണ്ടി. അപ്പനവതരിത കഥാമൃതോ അയ്യപ്പൻ, അവതരിത കഥാമൃതോ അഖിലൂയ വിളങ്ങും അദ്ഭുതം അയ്യപ്പൻ അവതരിത. വീണ്ടും സന്നിധാനത്തേക്ക് പോവുകയാണ്. സന്നിധാനത്ത് രജിത്ത് തയ്യാറാണ്. രജിത്ത്, ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന
മകരജ്യോതി അതിനിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാണോ? ഒപ്പം വലിയ തിരക്കുണ്ട് അല്ലേ? ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മായ, ശബരിമലയിൽ മകരവിളക്കിനായുള്ള ഒരുക്കങ്ങൾ അത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ശബരിമല ഏറെ അലങ്കാരപൂരിതമായിരിക്കുന്നു എന്ന് തന്നെയാണ്. പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ശബരിമലയിലെ ഓരോ ഭാഗങ്ങളും. അത്തരത്തിൽ ശബരിമല മകരവിളക്കിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അയ്യപ്പ ഭക്തർ ഇന്ന് ദർശനത്തിനായി നിലവിൽ 30,000 അയ്യപ്പ ഭക്തർക്ക് മാത്രമാണ് ദർശനത്തിനുള്ള അനുമതി ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നത് തടയുന്നതിനുള്ള ഒരു നടപടിയാണ്. അതിൻ്റെ ഭാഗമായാണ് 30,000 പേർക്ക് മാത്രം ദർശനത്തിന് അനുമതി നൽകിയത്. എന്നാൽ കൂടുതൽ അയ്യപ്പ ഭക്തർ കഴിഞ്ഞ 2 ദിവസമായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തരും സന്നിധാനത്ത് തന്നെ തമ്പടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വലിയൊരു തിരക്ക്. നമുക്കറിയാം 1.5 ലക്ഷം മുതൽ 2 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത്തരത്തിൽ അയ്യപ്പ ഭക്തരെ ഉൾക്കൊള്ളുന്നതിനും ഭാഗമായി തന്നെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതും. കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തുന്നവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നും തുടരുന്നുമുണ്ട്. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന അയ്യപ്പ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് 11 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും അയ്യപ്പ ഭക്തരെ കടത്തിവിടില്ല. ഇന്നലെ ആഹയിൽ നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ടോടുകൂടി 5:30 നിലവിൽ ഇവിടേക്ക് എത്തും. ഇപ്പോൾ ഉഷപൂജയുടെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് സന്നിധാനത്ത് ഉഷപൂജയുടെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് പൂജകൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. തുടർന്ന് ശുദ്ധിക്രിയകളടക്കം പൂർത്തീകരിച്ചുകൊണ്ട് ഇനിയിപ്പം മകരവിളക്കിനായുള്ള ഒരുക്കങ്ങളിലേക്ക് പോവുകയാണ്. ഇന്ന് 10:30 വരെ മാത്രമാണ് നെയ്യഭിഷേകം നടക്കുക. അതിനുശേഷമായിരിക്കും മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ ഉഷപൂജ ചടങ്ങുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. കലോത്സവ മാമാങ്കത്തിന് കൊടിയേറാൻ ഇനിയിപ്പോൾ അധിക സമയമില്ല. ഞങ്ങളുടെ പവലിയനിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വന്നിരിക്കുകയാണ്. അവിടേക്ക് പോവാം. ആ ഒരു വസന്ത മുകുളങ്ങൾ വിരിയുന്നത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്തായാലും നമ്മളുടെ ഈ പവലിയൻ അത് തന്നെ ഒരു പ്രധാനപ്പെട്ട വേദിയാണ്. കലയരങ്ങെന്നാണ് ഈ നമ്മുടെ പവലിയൻ. ഈ കലാവിശേഷങ്ങൾ പ്രത്യേകിച്ച് 15,000-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന വേദിയാണ്. നിരവധി പൂക്കൾ പേരുകൾ ആ വസന്ത മുകുളങ്ങൾ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് പ്രേക്ഷകരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ പവലിയൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനും അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ ഐശ്വര്യപൂർവ്വമായി ഈ ഒരു കലയരങ്ങ എന്ന വേദിയുടെ ഉദ്ഘാടനം കൂടി നടത്തിയിരിക്കുകയാണ്. മിസ്റ്ററെ, വളരെ സന്തോഷമാണ്. പൂരം കലയിൽ അല്ലെങ്കിൽ പൂരം രക്തത്തിലണിഞ്ഞ ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ. വളരെ സന്തോഷം. ഈ ഒരു കലാ ഉത്സവം അമൃത ടെലിവിഷന് വേണ്ടി ഉദ്ഘാടനം
ചെയ്യുകയും നമ്മുടെ കലയരങ്ങ് എന്നുള്ള വേദി സജീവമാക്കുകയും ചെയ്ത് ശ്രീജ വളരെ സന്തോഷം, വളരെ ഐശ്വര്യപരമായിട്ട് ആ ഒരു കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ എത്രത്തോളം സജീവമാണ് നമ്മളുടെ സാന്നിധ്യം പൂർണ്ണമായും കലയെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം ആ ഒരു വൈബ് നമുക്കിപ്പോൾ ഫീൽ ചെയ്ത് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും ഈ പറഞ്ഞതുപോലെ മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്ത് നമ്മൾ അങ്ങ് സെറ്റായിരിക്കുകയാണ്. രാവിലെ തന്നെ നമ്മൾ പവലിയൻ്റെ ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ നമ്മൾ ചടങ്ങുകളൊക്കെ ആരംഭിച്ചായിരുന്നു. എന്തായാലും മിനിസ്റ്റർ കൂടി എത്തിയതോടുകൂടി സംഗതി അങ്ങ് ഉഷാറായി. കലോത്സവം കളറാവാൻ പോവുകയാണ്, പൂക്കൾ വിരിയാൻ പോവുകയാണ്, സൂര്യകാന്തി ഏകദേശം വിരിയാൻ ഇനി സമയമില്ല. 1 മണിക്കൂറിനുള്ളിൽ കാര്യം വിരിയാണ്. 9 മണിയാകുമ്പോഴത്തേക്ക് NSK ഉമേഷ് പതാക ഉയർത്തും. അശ്വതി എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു പൊതുവേ ഉള്ളൊരു ഭയങ്കര അടിപൊളിയാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇനി കുറച്ച് മണിക്കൂറുകൾ അല്ലേ 25 വേദികളിലായി കലാമാമാങ്കം ഒരുങ്ങുകയാണ്. അക്ഷരാർത്ഥത്തിൽ പൂരത്തിനൊരുങ്ങുകയാണ് അല്ലേ ഈ മൈതാനം. തീർച്ചയായും തൃശ്ശൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം, തൃശ്ശൂർ പൂരങ്ങളുടെ ഒരു നഗരിയാണ്. ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്നുള്ള വിവരങ്ങളാണ് കണ്ടത്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സാംസ്കാരിക നഗരിയിൽ കലയുടെ മഹോത്സവത്തിന് അല്പസമയത്തിനകം തന്നെ കൊടിയേറും. കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. കൂടുതൽ വിവരങ്ങൾ കാണാം ഞങ്ങളുടെ 9 മണി വാർത്തയിൽ.